എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹോം ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലെ ഫാനുകളാണ്. അപ്പോൾ നമുക്ക് ഫാനുകൾ എങ്ങനെ എളുപ്പത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് നമ്മളിന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പൊടിയുടെ അലർജി ഉള്ളവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫാൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡീപ്പ് ക്ലീനിങ് ചലഞ്ച് ആയതുകൊണ്ട് ഞാനത് വീണ്ടും ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പില്ലോ കവർ ഉപയോഗിച്ചിട്ടാണ് ഫാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പില്ലോ കവർ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി ഒട്ടും തന്നെ താഴേക്ക് വീഴില്ല. മാത്രമല്ല കുറച്ചും കൂടി നന്നായിട്ട് ഫാനിലെ അഴുക്കുകൾ പോകുന്നതും കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നനയ്ക്കാതെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ പൊടിയൊക്കെ താഴേക്ക് വീഴും. മാത്രമല്ല അത്ര പെർഫെക്റ്റായിട്ട് പോകുന്നൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ പില്ലോ കവറൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈസിയായി. ഒറ്റ തവണ കൊണ്ട് തന്നെ ആ ലീഫിൽ മുഴുവൻ അഴുക്കും ആ പില്ലോ കവറിലേക്ക് വരുന്നത് കാണാം. അപ്പം എൻ്റെ ഈ ഫാനുമ്മ കുറച്ച് പൊടിയുണ്ട്, എന്നാൽ അത്ര അധികമൊന്നുമില്ല. ഫാനുകൾ ഇടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പൊടിയില്ല, എന്നാലും കുറച്ച് പൊടിയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് വഴി എളുപ്പത്തിൽ ഫാനുകളിലെ പൊടി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ക്ലീനിങ് മെത്തേഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വല്ല ഹൈ സ്റ്റൂളിലെയോ അല്ലെങ്കിൽ മേശയുടെയോ ഒക്കെ മുകളിൽ കയറി നിന്നിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ പില്ലോ കവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൂളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മേശയുടെ കസേരയുടെയൊക്കെ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫാൻ ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു മോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് അതുപയോഗിച്ച് താഴെ നിന്ന് നമുക്ക് ഫാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആരുടെയും സഹായം വേണ്ട. പിന്നെ ഒന്നിൻ്റെയും മുകളിൽ കയറി നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ താഴെ വീഴുമെന്നുള്ള പേടിയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് താഴെ നിന്ന് ആ മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആ മോപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല, വീട്ടിലെ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. ഹാങ്ങറും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയൊരു മോപ്പാണ്. അപ്പോൾ അത് ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടം തോന്നിയൊരു ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ പില്ലോ കവർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പില്ലോ കവർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ആ ലീഫിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് ആ പില്ലോ കവറിലേക്ക് വരും. മാത്രമല്ല ക്ലീനിങ് കുറച്ചും കൂടി ഈസിയാണ്. ഒരു മിനിറ്റ് 2 മിനിറ്റിലൊക്കെ നമുക്കൊരു ഫാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഫാനുകളൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്ലീൻ ചെയ്തത് സീലിംഗ് ഫാനാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മറ്റേ പെഡസ്റ്റൽ ഫാൻ അതുപോലെ വാൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എത്ര ഫാൻ ഉണ്ടെന്ന് നോക്കുക, അതനുസരിച്ച് ക്ലീനിങ് സ്കെഡ്യൂൾ ഒന്ന് ക്രമീകരിച്ചിട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പോൾ വീട്ടിൽ 5 ഫാനാണുള്ളത്. അപ്പോൾ ഈ ഒരു 5 ഫാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 15 മിനിറ്റിൽ താഴെ സമയം ആവശ്യം വന്നുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫാനും നല്ലോണം വൃത്തിയായും കിട്ടും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൽ പങ്കെടുത്തിട്ട് വീട്ടിലെ ഫാനൊക്കെ വേഗം തന്നെ വൃത്തിയാക്കി എടുക്കാൻ മറക്കരുത്. ഇനി നാളെ നമുക്ക് ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.